സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരുവേ നമഃ. സംപൂജ്യ സന്യാസി ശ്രേഷ്ഠന്മാരെ, വേദിയിലുള്ള മറ്റ് ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള മാന്യ ഹൈന്ദവ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വിശ്വഹിന്ദു പരിഷത്ത് എന്ന ആഗോള പ്രസ്ഥാനം 60ൻ്റെ നിറവിൽ വിരാജിക്കുമ്പോൾ നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പിന്തിരിഞ്ഞ് നോക്കുകയുണ്ടായി. 1964 ചിന്മയ മിഷൻ്റെ ബോംബെയിൽ ആസ്ഥാനമായിട്ടുള്ള സന്ദീപിനി സാധനാലയത്തിൽ അവിടെ വെച്ച് തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം സംപൂജ്യ ചിന്മയാനന്ദ സ്വാമികളുടെയും അതുപോലെ തന്നെ ആരാധ്യനായ ഗുരുജി ഗോൾവൽക്കർജിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് ലോകമെമ്പാടും വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു മഹാപ്രസ്ഥാനമായിട്ട് നിലനിൽക്കുകയാണ്, മുന്നോട്ട് കൊതിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഈ ഷഷ്ഠ്യബ്ദപൂർത്തി ആഘോഷിക്കുന്ന അവസരത്തിൽ വാസ്തവത്തിൽ ഒരു സഫലതാബോധം എനിക്കറിയാം നിങ്ങളെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറയുന്നുണ്ട്. അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. ലക്ഷോപലക്ഷം പ്രവർത്തകരുള്ള ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ പരിച്ഛേദം മാത്രമാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കത്തെപ്പറ്റി പറഞ്ഞാൽ 64കളിൽ പൂജ്യ ഗുരുദേവൻ ചിന്മയാനന്ദ സ്വാമികളും അതുപോലെ തന്നെ സംപൂജ്യ ഗോൾവൽക്കർജിയൊക്കെ അവർ തുടങ്ങിയത് അതിനൊരു നിഷ്കൃഷ്ടമായിട്ടുള്ള ഉദ്ദേശ്യമുണ്ടായിരുന്നു. അത് ഒരുമിപ്പിക്കലാണ്. ഒരുമിപ്പിക്കലിൻ്റെ മന്ത്രമാണ്. ആരെ ഒരുമിപ്പിക്കൽ? തുടക്കത്തിൽ ധർമാധ്യക്ഷന്മാരെ, വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ധർമാധ്യക്ഷന്മാർ, അവർ പരസ്പരം നോക്കുകയോ പരസ്പരം സംവദിക്കുകയോ ഒന്നുമില്ലായിരുന്നു. ഓരോരും ഓരോ തുരുത്തുകളിൽ സ്ഥിതി ചെയ്യുകയായിരുന്നു. അപ്പം ഇവരെ എല്ലാവരെയും ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹിന്ദു സമൂഹം ഒന്നിക്കും. അപ്പോൾ ഈ ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ടാണ്, നിശ്ചയദാർഢ്യത്തോടു കൂടി അവർ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സഫലതാബോധം ഉണ്ട്. കാരണം ഹിന്ദു സമൂഹം വ്യാപകമായി ഉണർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ആ ഉണർവിനാണ് വാസ്തവത്തിൽ അതിന് കാരണഭൂതരായത് നിങ്ങളെല്ലാമാണ്, ഓരോരുത്തരുമാണ്, സംശയമില്ല പറയാം. കാരണം പണ്ട് നമുക്ക് ഒട്ടും പ്രതികരണശേഷിയില്ലായിരുന്നു. ഇന്ന് ആ പ്രതികരണശേഷി നമ്മൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുള പൊട്ടിയിട്ടേ ഉള്ളൂ. ആ പ്രതികരണശേഷിയുടെ ഒരുപക്ഷെ ചെറിയൊരു ഫലമാണ് നമ്മൾ തൃശ്ശൂർ ഇലക്ഷനിൽ കണ്ടത്. ശരിയല്ലേ? പക്ഷേ ഇത് ഒരു ചെറിയ ഉണർവ് മാത്രമേ ഉള്ളൂ. വലിയ രീതിയിൽ വ്യാപകമായിട്ട് ഈ ഉണർവ് ഇന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഈ ഉണർവ് നമ്മളെ ഭരിക്കണം, നമ്മളെ നയിക്കണം, നമ്മളെ സ്വാധീനിക്കണം. എങ്കിൽ ഈ ഹിന്ദു സമൂഹം ഉണരുന്നതിന് വേണ്ടി, അവർ ഒരുമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം. അപ്പം അത്ര ഉദാരമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ആശയം ആണ് ഇതിൻ്റെ സംരംഭകരെ അല്ലെങ്കിൽ
ഇതിൻ്റെ പ്രാരംഭ നേതൃത്വത്തെ സ്വാധീനിച്ചത്. അപ്പം അതുകൊണ്ട് ആ ചരിതമാണ്, അല്ലെങ്കിൽ ആ വികാരമാണ്, ആ വിചാരമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം 1966 ആദ്യത്തെ വിശ്വ ഹിന്ദു സമ്മേളനം നടന്നു. രണ്ടാമത്തേത് 1969 തോന്നുന്നു അല്ലേ? അപ്പം രണ്ടും പ്രയാഗരാജിൽ വെച്ച്. അപ്പം 1969 ധർമാചാര്യ സമ്മേളനത്തിന് ആണ് ഒരു വൻ വിജയമായിരുന്നു. കാരണം അവിടെ വിവിധ വിഭാഗങ്ങൾപ്പെട്ട, ഒരിക്കലും പരസ്പരം കണ്ടിട്ടില്ലാത്ത, നോക്കിയിട്ടില്ലാത്ത, സംവദിച്ചിട്ടില്ലാത്ത വ്യക്തിത്വങ്ങൾ, ധർമാചാര്യന്മാർ അവരെല്ലാം ഒത്തുകൂടി. എന്നിട്ട് ഹൈന്ദവ സമൂഹത്തിലുള്ള അനാചാരങ്ങളെ, ദുരാചാരങ്ങളെ, അതിന് മുഖ്യമായിട്ടുള്ള അസ്പൃശ്യതയ്ക്ക് എതിരായിട്ട് ആഞ്ഞടിച്ചു. അവർ പറഞ്ഞു, ഹൈന്ദവാ സോദരാ സർവേ, ഹൈന്ദവാഹ സോദരാഹ സർവേ, സർവ ഹൈന്ദവരും സോദരന്മാരാണ്. അവിടെ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥ ഒരു തരത്തിലും ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കരുത്. എല്ലാവരും സമന്മാരാണ്, ഈശ്വര സൃഷ്ടികളാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അതിമഹത്തായിട്ടുള്ള ആശയമാണ് അവർ അന്നത്തെ ആ ജനകോടികളുടെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിച്ചത്. അതിൻ്റെ അനുരണനങ്ങളാണ് ഇന്നും നിലനിൽക്കുന്നത്, ഇന്നും നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ സംഭവിച്ച സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി, വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നു. അവിടെ എന്താ, നമുക്ക് കേൾക്കുമ്പോൾ കണ്ണു നിറയുന്ന സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഉണരുന്നുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. ഹിന്ദു സമൂഹത്തെ അത് കൂടുതൽ കൂടുതൽ ഉണർത്തും, ശാക്തീകരിക്കും. ഇപ്പോൾ ഹിന്ദുക്കൾ ഒന്നിച്ചു കഴിഞ്ഞാൽ, ഇന്നറിയാം, കേരളത്തിൽ നമുക്ക് ഹിന്ദുക്കൾക്കൊരു അലംഭാവമുണ്ട്. എല്ലാം ശരിയായിക്കൊള്ളും, തനിയെ ശരിയാകില്ല. നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സംഗതികൾ ശരിയാവുകയുള്ളൂ. ഇന്ന് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ, സമുദ്രതീരങ്ങളിൽ, ഹൈവേ ഓരങ്ങളിൽ ആരുടെ കൈവശമാണ് ഭൂമിയൊക്കെ? ആലോചിക്കുക. എന്തുകൊണ്ടത്? ആരാണ് വിറ്റത്? നമ്മുടെ ഹിന്ദു സഹോദരന്മാർ. ഭവിഷ്യത്തിനെ പറ്റി ചിന്തിക്കാതെ എന്താ, ഒരു ചില്ലിക്കാശിന് കൂടുതൽ കിട്ടുന്നത് അതിനുവേണ്ടി അതിൻ്റെ പിന്നാലെ പോകും. പക്ഷേ നമ്മൾ അനധിവിദൂര ഭാവിയിൽ ഹിന്ദുക്കൾ ഇവിടെ മൈനോറിറ്റി ആകുമ്പോൾ ഒരു യാഥാർത്ഥ്യമാണ്, അതിശയോക്തി ഒന്നല്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ മൈനോറിറ്റി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് മൈനോറിറ്റീസ് അനുഭവിക്കുന്ന ഒരു ഗുണവും കിട്ടുകയില്ല, ഒരു ആനുകൂല്യവും കിട്ടില്ല. അപ്പം ആനുകൂല്യം ഒന്നും ലഭിക്കാത്ത മൈനോറിറ്റീസായിട്ട് നമുക്കവിടെ സഹിച്ച് കഴിയേണ്ടി വരും. അപ്പം നമ്മുടെ മുമ്പിൽ വെല്ലുവിളികളുണ്ട്. ഏതൊക്കെയാണ് വെല്ലുവിളികളെന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണം നടത്താനുള്ള സമയമല്ല ഇത്, കാരണം ധാരാളം പ്രഭാഷകന്മാരുണ്ട്, മുഖ്യപ്രഭാഷകനുണ്ട്. അപ്പം ഇവിടെ ഹിന്ദു സമൂഹത്തിൻ്റെ ആശയാദർശങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ഭരിക്കേണ്ടത്, നയിക്കേണ്ടതെന്ന് പൂജ്യ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് അത് മഹത്തായിട്ടുള്ള സന്ദേശം നൽകുന്നത് യാതൊന്നിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ഹിന്ദു സമാജത്തിൻ്റെ, ഹിന്ദു സമൂഹത്തിൻ്റെ ഒരുമയാണ്, ഒന്നിപ്പാണ്, കൂട്ടായ്മയാണ്. അപ്പം അത് നമ്മൾ ഉയർത്തിപ്പിടിച്ചെങ്കിൽ അതിനനുസൃതമായിട്ട് നമ്മൾ ഓരോരുത്തരും മാനസികമായിട്ട്, ബൗദ്ധികമായിട്ട് ഉണർന്നെങ്കിൽ മാത്രമേ ആ ലക്ഷ്യം ആത്യന്തികമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊട്ടും മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഗതി വളരെ സ്ലോ ആണ്, മെല്ലെയാണ്. അപ്പം അതിന് ആക്കം, അതിൻ്റെ വേഗത കൂട്ടേണ്ടിയിരിക്കുന്നു. അപ്പം അതിന് നമ്മുടെ ധർമാചാര്യ സഭ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആശയങ്ങൾ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഉദ്ബുദ്ധരാകുന്നുണ്ട്. അപ്പോൾ ഓരോ ഹിന്ദുവും നമ്മുടെ ഭാവിയെപ്പറ്റി, നമ്മുടെ കുട്ടികളുടെ ഭാവിയെപ്പറ്റി ഒക്കെ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം,
ഇവിടെ ലവ് ജിഹാദിനെ പറ്റിയും, ലവ് ജിഹാദ് മാത്രമല്ല, ലവ് ജിഹാദുണ്ട്, ലാൻഡ് ജിഹാദുണ്ട്, പല ജിഹാദുണ്ട്. അപ്പം എങ്ങനെ നമ്മൾ ഉണരണം? നമ്മൾ ആർക്കും എതിരല്ല, നമ്മൾ അധർമ്മത്തിന് മാത്രമേ എതിരുള്ളൂ. ഒരു വ്യക്തിക്കും ഒരു മതത്തിനും ഒരു സമൂഹത്തിനും നമ്മൾ എതിരല്ല. പക്ഷേ ചില എതിർ ശക്തികളുണ്ട്. അവയെ എങ്ങനെ എതിർക്കണം? ആദ്യമായിട്ട് നമ്മൾ ഉത്ബുദ്ധരാവണം. ഹിന്ദു സമൂഹം നമ്മൾ ഉത്ബുദ്ധരാവുക. നമ്മൾ ഭഗവത്ഗീത പഠിക്കുക. ഹിന്ദുധർമ്മത്തെപ്പറ്റി ഭഗവത്ഗീത സിദ്ധാന്തം മാത്രം പഠിച്ചാൽ പോരാ, അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ നമുക്ക് വേണ്ട സന്ദേശങ്ങൾ തരുന്നുണ്ട്, നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അപ്പം അവരുടെ പാത പിന്തുടർന്ന് നമ്മൾ ഓരോരുത്തരും ആധ്യാത്മികമായിട്ട് ഉത്ബുദ്ധരാവുക. ലവ് ജിഹാദിന് ഇടയായ പല കുട്ടികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് മുഖ്യമായിട്ടും അവിടെ ലവ് അല്ല, അവിടെ മുഖ്യമായിട്ടും അവരുടെ, അതായത് നമ്മുടെ സ്വന്തം ധർമ്മത്തെപ്പറ്റി ഉള്ള തികഞ്ഞ അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്. അപ്പം നമ്മുടെ ഓരോ കുട്ടിയും പ്രബുദ്ധതയിലേക്ക് ഉണരണം. ആധ്യാത്മികമായിട്ട് സാംസ്കാരികമായിട്ട് ആ കുട്ടികൾ ഉണരണം. അപ്പം ഹിന്ദു ധർമ്മം എന്താണ്, അതിൻ്റെ അതുല്യത എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ് എന്ന് ഓരോ ഹിന്ദു കുട്ടിയും പഠിച്ചു വളരണം. ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അതിന് ഒരു സ്ഥാനമില്ല. അതുകൊണ്ട് ഓരോ ഗൃഹങ്ങളിൽ ഇത് തുടങ്ങണം. പിന്നെ ധാരാളം സംഘടനകളുണ്ട്, ഹൈന്ദവ സംഘടനകളുണ്ട്. ഓരോ സംഘടനയും അതിൻ്റേതായ ധർമ്മങ്ങൾ, കൃത്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ അത് അപര്യാപ്തമാണ്. ഓരോ ഹിന്ദു ഗൃഹവും, ഇപ്പം നമ്മുടെ ചിന്മയ മിഷൻ്റെ തന്നെ ബാലവിഹാർ ക്ലാസ്സുകളൊക്കെ നടക്കുമ്പം പല ഹിന്ദു കുടുംബങ്ങളും കുട്ടികളെ വിടുന്നില്ല. കാരണം എന്താ? ആ കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, മ്യൂസിക് ക്ലാസ് ഉണ്ട്, ഗൃഹപാഠമുണ്ട്, ഹോംവർക്കുണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്, പ്രോജക്റ്റ് വർക്കുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പിന്നെ അതുകൂടാതെ മൊബൈലും ഉണ്ട്. തീർന്നില്ലേ? അപ്പം ഇങ്ങനെ കുട്ടികളുടെ അട്രാക്ഷൻ അത് വലിയൊരു ഡിസ്ട്രാക്ഷനായിട്ട് തീർന്നു. അപ്പോൾ ധർമ്മത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതിയോട്, ഹൈന്ദവ സംസ്കൃതിയോട് ആഭിമുഖ്യം വളർത്തി ഹൈന്ദവ സംസ്കൃതിയുടെ പാഠങ്ങൾ അവരുടെ മനസ്സുകളിലേക്ക് ബാല്യത്തിൽ തന്നെ, ചെറുവയസ്സിൽ തന്നെ, ചെറുപ്രായത്തിൽ തന്നെ സന്നിവേശിപ്പിക്കാൻ മാത്രമേ അവരെ അത് ഉത്കൃഷ്ട വ്യക്തികളായിട്ട് ഉയർത്തുകയുള്ളൂ. അപ്പം രക്ഷിതാക്കൾ, ചുരുക്കത്തിൽ രക്ഷിതാക്കൾ പഠിക്കണം. ആദ്യം രക്ഷിതാക്കൾ പഠിച്ചിട്ട് അവർ ആ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമുക്ക് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ഓരോ വീട്ടിലും, എനിക്കറിയാം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ മറ്റു പല ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ചെറിയ ചെറിയ രീതിയിൽ നടത്തുന്നുണ്ട്. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ വ്യാപനം ഇനിയും വളരെയധികം വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും മുന്നോട്ട് കുതിക്കുന്ന ഈ അവസരത്തിൽ, ഈ 60ൻ്റെ തികവിൽ നിറവിൽ മുന്നോട്ട് കുതിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന് ഈ നമ്മുടെ സംസ്കൃതിയുടെ വ്യാപനം കൂടുതൽ കൂടുതൽ മനസ്സുകളിലേക്ക്, ജനഹൃദയങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാൻ സാധിക്കട്ടെ. അതിന് വിശ്വ ഹിന്ദു പരിഷത്തിന് ശേഷിയും ശേമുഷിയും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് അതിൻ്റെ നേതൃത്വത്തിന് കഴിവുണ്ടാകട്ടെ. ഇപ്പോൾ ഉത്തരോത്തരം ആ കഴിവ് വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.